ഹലോ മമ്മീസ് ആൻഡ് ഡാഡീസ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ ചെയ്ത ഡെക്കറേഷൻസിനെ കുറിച്ചാണ്. ഇതെല്ലാം തന്നെ പാർഷ്യൽ DIY കിറ്റ്സായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തതാണ്. വളരെ ലളിതമായ രീതിയിൽ വീട്ടിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ മോളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ഡേറ്റ് ഓഫ് ബർത്ത് നാട്ടിൽ വെച്ചും നക്ഷത്രം ബാംഗ്ലൂർ ഞങ്ങളുടെ ഫ്ലാറ്റിലെ ഒരു പാർട്ടി ഹാളിൽ വെച്ചിട്ടുമാണ് ചെയ്തത്. അപ്പോൾ ഇതിന് രണ്ടിനും വേണ്ടിയിട്ട് ഉപയോഗിച്ചത് സെയിം പ്രോഡക്ട്സ് തന്നെയാണ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തു എന്ന് മാത്രം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കിനി കാണാം. മാത്രമല്ല ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ മോളുടെ ആ ഫസ്റ്റ് ഇയർ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഡെക്കറേഷൻസ് എന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ഫോട്ടോസ് ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ അത് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ആമസോണിൽ നിന്ന് വാങ്ങിയത് എന്നുള്ളത് നമുക്കിനി കാണാം. ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ബണ്ടിങ് ഫ്ലാഗ് ബാനറിനെ കുറിച്ച് നോക്കാം. ഇതും ഞാൻ പാർഷ്യൽ DIY കിറ്റായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അസംബിൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിരുന്നില്ലെങ്കിൽ പോലും ചാർട്ട് പേപ്പേഴ്സൊക്കെ കളർഫുള്ളായിട്ടുള്ള ചാർട്ട് പേപ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനത്തെ ബാനേഴ്സ് വീട്ടിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് താഴെ നിങ്ങൾ കാണുന്നത് 2 ബിഗ് സൈസ് ഫോട്ടോഗ്രാഫ്സ് ആണ്. ഇത് 16x20 സൈസിൽ പ്രിൻറ്റ് ചെയ്ത് ചുമരിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തത്. അതിന് നടുക്ക് നിങ്ങൾ കാണുന്ന 1 എന്ന് എഴുതിയിരിക്കുന്നത് കൊച്ചു സ്റ്റാർ ഷേപ്സ് ഉപയോഗിച്ച് ഒരു 1 ക്രിയേറ്റ് ചെയ്തതാണ്. അടുത്തതായിട്ട് അതിൻ്റെ താഴെ കാണുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ ബാനറാണ്. ഇതൊരു കോംബോ ആയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഈ ഹാപ്പി ബർത്ത്ഡേ ബാനറിനോടൊപ്പം തന്നെ കുറച്ച് ബലൂൺസും പിന്നെ പേപ്പർ ഫ്ലവേഴ്സും ഒക്കെ കിട്ടിയിരുന്നു. അതും ഡെക്കറേഷനായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, ആ ന്യൂ ബോൺ തൊട്ടുള്ള 12 months ഫോട്ടോ ബർത്ത്ഡേ ബാനർ. അപ്പോൾ ഓരോ മാസം സാധാരണ പല ബ്രാൻഡ്സും ഇതിൽ അവൈലബിൾ ആണ്. 1 to 12 ആണ് യൂഷ്വലി ഉള്ളത്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നതിൽ ഒരു ന്യൂ ബോൺ എന്ന് പറഞ്ഞ ഒരു കാർഡും കൂടിയുണ്ട്. അപ്പോൾ ടോട്ടലി 13 ഫോട്ടോഗ്രാഫ്സ് ആണ് ഇതിൽ വരുന്നത്. എല്ലാ മാസത്തിനെയും ഡെപ്പിക്റ്റ് ചെയ്ത് ഓരോ ഫോട്ടോസാണ് വരുന്നത്. അപ്പം ആ എൻറ്റയർ 1 ഇയറിൻ്റെ ജേർണി നമുക്ക് വളരെ നീറ്റായിട്ടും വളരെ ക്യൂട്ടായിട്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഈ ഫോട്ടോസ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടാവാം മോൾക്ക് ഈ ഡെക്കറേഷൻസ് വളരെയധികം ഇഷ്ടമായിരുന്നു. ആ ഫോട്ടോസിന് ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് അത് കാണണമെന്ന് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ടുള്ളത് ഈ IM1 എന്ന് പറഞ്ഞ ആ ടേബിളിൽ കാണിച്ചിരിക്കുന്ന ബാനറാണ്. അതിന് ക്ലിയർ ആയിട്ടൊരു പിക്ചർ ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പേഴ്സ് ഉപയോഗിച്ച് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് ഞാൻ ഉപയോഗിച്ചത് മറ്റൊരു ഫോട്ടോ ബർത്ത്ഡേ ബാനറാണ്. ഇത് കംപ്ലീറ്റ്ലി റെഡിമെയ്ഡാണ്. DIY കിറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഫോട്ടോ ഒട്ടിക്കേണ്ട ഒരു ജോലി മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ്. മാത്രമല്ല വളരെ ക്യൂട്ടാണ്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ തന്നെ ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോഗ്രാഫ്സാണ്. അപ്പോൾ ഇതേ പ്രോഡക്ട്സ് തന്നെയാണ് നാട്ടിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്തപ്പോഴും ഉപയോഗിച്ചത്. പക്ഷേ നാട്ടിലത്തെ ഹാളെന്ന് പറയുന്നത് കുറച്ച് ചെറുതായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട IM1 ബാനർ ആക്ച്വലി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ ഫോട്ടോയിൽ ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാം. ഇത് ടേബിളിലല്ലായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ഗസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കണ്ടിരുന്നത് ഈ ബാനറായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹാപ്പി ബർത്ത്ഡേ ബാനർ എന്ന് പറഞ്ഞൊരു കോംബോ ആയിട്ടാണ് ഞാൻ വാങ്ങിയതെന്ന്. അപ്പോൾ ആ ലിങ്കിന് വേണ്ടി നോക്കിയപ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ കാണുന്നത്. അതിൽ ഞാൻ വാങ്ങിയതിൽ നിന്നും കുറച്ച് അധികം പ്രോഡക്ട്സ് ഉണ്ട്. നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വളരെ എക്കണോമിക്കലായിട്ട് ധാരാളം ഡെക്കറേഷനിലുള്ള ഐറ്റംസ് നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഇനി കേക്ക്സ് എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഇത് ഒരു റെഡ് വെൽവെറ്റ് കേക്ക് വിത്ത് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ്. ജംഗിൾ തീമാണ്. അപ്പോൾ സാധാരണ കുട്ടികളുടെ ബർത്ത്ഡേ കേക്ക് എന്ന് പറഞ്ഞാൽ ഫോണ്ടൻ കേക്ക്സ് ആണ് വളരെ ഫേമസ് ആയിട്ടുള്ളത്. പക്ഷേ ഫോണ്ടനിൻ്റെ ടെക്സ്ചർ ചിലപ്പോൾ പലർക്കും ഇഷ്ടമായി എന്ന് വരില്ല. അതുകൊണ്ടാണ് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഉപയോഗിച്ചത്. എന്നാൽ ഫസ്റ്റ് ബർത്ത്ഡേയും കൂടി ആകുമ്പോൾ ആ കേക്കിനൊരു ക്യൂട്ട് ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഫോണ്ടൻ്റ് ഉപയോഗിച്ച് ചെറിയ ആനിമൽസിൻ്റെ ഷേപ്സ് ഉണ്ടാക്കിയത്. അപ്പോൾ മോൾക്ക് ലയണിനെയും സീബ്രേനെയും ഒക്കെ അറിയാവുന്നുള്ള ഒരു സ്റ്റേജ് ആയിരുന്നത് കൊണ്ട് തന്നെ ആ ആനിമൽസാണ് ചൂസ് ചെയ്തത്.
അടുത്ത ഞങ്ങൾ ബാംഗ്ലൂരിൽ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കേക്ക് പേപ്പ പിഗിൻ്റെ തീമിലുള്ളതായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി ഒരു 0 to 12 monthsലേക്കുള്ള ബുക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ കാണും. മോൾക്ക് പെപ്പ പിഗിൻ്റെ ബോർഡ് ബുക്സ് വളരെ ഇഷ്ടമായിരുന്നു. പെപ്പേനെയും ജോർജിനെയും ഒക്കെ വളരെയധികം അറിയായിരുന്നു. നമുക്കൊരു ഫൺ ആക്ടിവിറ്റീനെ കുറിച്ച് നോക്കാം. ഇത് ഒരു കേക്ക് സ്മാഷ് ആയിരുന്നു. അപ്പം നമ്മൾ സാധാരണ 1 വയസ്സ് വരെ കുട്ടികൾക്ക് അധികം ഷുഗറൊന്നും കൊടുക്കാറില്ല. അപ്പോൾ കേക്കൊന്നും അധികം കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു കേക്ക് മോൾക്കിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ കൊടുത്തിട്ട് അത് മോള് തന്നെ തൊട്ട് കൈകൊണ്ട് വായിലോട്ട് ആ ക്രീമൊക്കെ എടുത്ത് വെക്കുന്നതായിരുന്നു. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കേക്കാണ്. ഇത് ജസ്റ്റ് ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നതാണ്. മോൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അവൾ ആ ക്രീമൊക്കെ എടുത്ത് വായിൽ വെച്ച ശേഷം നമ്മൾ കേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന ക്യാപ്പ് തന്നെയാണ് ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ്ങിനും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതൊരു വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഹാറ്റാണ്. നോർമൽ ബർത്ത്ഡേ ഹാറ്റ്സിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.